വേ ടു വിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരള PSC ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തുന്ന ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 526/2023 ഇതിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് ഇന്ന് മുതൽ വന്നിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത്. കൺഫർമേഷൻ കൊടുക്കാത്തവർ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങുക. ഡേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നീട്ടിക്കൊണ്ടുവരുത്. ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ കൺഫർമേഷനൊക്കെ പെട്ടെന്ന് തന്നെ കൊടുക്കുക. എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. ഒക്ടോബർ 4-നാണ് ഇപ്പോൾ നമ്മളുടെ എക്സാം ഡേറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ മുമ്പിൽ കൂടുതൽ സമയമൊന്നുമില്ല. ഇപ്പോൾ ജൂലൈ 23 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓഗസ്റ്റും സെപ്റ്റംബറും കൂടെ ഉള്ളൂ. കൂടിപ്പോയ ഒരു 2 മാസം ഒരു 10 ദിവസമൊക്കെ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഈ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് PSC നടത്തിയ അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ടോട്ടൽ 115 അഡ്വൈസ് നടന്നിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് 88 പേര് കയറിയിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് ഈഴവ, SC, SC 6 പേര് കയറിയിട്ടുണ്ട്. ST 2 പേര് കയറിയിട്ടുണ്ട്. പിന്നെ മുസ്ലിം ഇവരൊക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ മെയിൻ ലിസ്റ്റ് കഴിഞ്ഞ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് വരെ ആളുകൾ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും കാര്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ശ്രമിക്കുക. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിൽ കയറാണ്ടിരിക്കില്ല. ഇതിൽ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് മാർച്ച് 15-നായിരുന്നു 2024. അതിനുശേഷം എന്ത് ചെയ്തിട്ടില്ല, പിന്നെ അഡ്വൈസ് ഒന്നും നടന്നിട്ടില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള പോസ്റ്റുകളൊക്കെ വാക്കൻസി പോസ്റ്റുകളൊക്കെ നമുക്കുള്ളതാണ്. നമ്മൾ ഇനി വരുന്ന എക്സാമിന് അതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോസ്റ്റുകളാണ്. ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 14 പോസ്റ്റുകളാണ് വാക്കൻസി. അത് 30/11/2023 റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ വാക്കൻസികൾ വീണ്ടും കൂടിയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ലിസ്റ്റിൻ്റെ കാലാവധി 4 വർഷമാണ്. DHS ആയതുകൊണ്ട് തന്നെ, ഹെൽത്ത് സർവീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഒരുപാട് വാക്കൻസികൾ എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കാം. കാരണം 4 വർഷത്തെ കാലാവധി കൂടെ ഉണ്ട് നമ്മുടെ ലിസ്റ്റിനുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സിലബസ് തന്നെയാണ്. സിലബസിലെ ടോപ്പിക്കുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ കയ്യിലിപ്പോൾ ഒരു 4-5 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് കരുതിയിട്ട് അതെല്ലാം കൂടെ വാരി വലിച്ചിട്ട് വായിക്കുന്ന രീതി മാറ്റിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സിലബസിലെ ടോപ്പിക്ക് എന്താണോ അത് എവിടെയാണോ കിടക്കുന്നത് ആ ഭാഗം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഒഫീഷ്യൽ സിലബസ് ഇപ്പോഴും വന്നിട്ടില്ല. അത് എക്സാമിനേഷൻ ഡേറ്റിനോട് അടുപ്പിച്ച് ഒരു 2 മാസം മുമ്പൊക്കെയാണ് സാധാരണ വരാറുള്ളത്. ഇനിയിപ്പോൾ സിലബസിലൊന്നും വലിയ ചേഞ്ച് ഒന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല. കാരണം കഴിഞ്ഞ എക്സാമുകൾക്കൊന്നും അങ്ങനെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് തന്നെയായിരിക്കും സിലബസ്. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിലൂടെ അറിയിക്കുന്നതായിരിക്കും. സിലബസ് വരുമ്പോഴും അറിയിക്കുന്നതന്നെയായിരിക്കും. പിന്നെ നെക്സ്റ്റ് നമ്മൾ സിലബസ് മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ കുറേ വായിച്ച് പഠിച്ചതുകൊണ്ട് ആ ഒരു ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളൊരു ധാരണ കൂടി നമുക്ക് ഉണ്ടാവണം. കുറേ വായിച്ച് പഠിച്ചതുകൊണ്ട് മാത്രം ഒന്നും ആകില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ആ ഒരു രീതി നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. അതിന് പ്രീവിയസ് ഇയറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്യണം, മാക്സിമം എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അത് യൂട്യൂബിലുണ്ടാവും, അതുപോലെ തന്നെ ഗൂഗിളിലുണ്ടാവും. അപ്പോൾ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് നോക്കുക. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മുമ്പത്തെ ഒരു വീഡിയോയിൽ, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം നോക്കി പോവാണ്ട് ആ ഓപ്ഷൻസിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും അതൊക്കെ ഏത് ഏരിയയിൽ നിന്നാണ് വരുന്നതെന്നുള്ള ഒരു ധാരണയും നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ സിലബസ് അനുസരിച്ചിട്ടുള്ള ഒരു പഠന രീതിയും അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷനും കൂടെ നിങ്ങൾ അങ്ങനെ രണ്ടും കൂടെ നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതാണ് മോക്ക് ടെസ്റ്റ് ഒക്കെ. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ ഇരുന്നിട്ട് എങ്ങനെയാണോ ഒരു എക്സാമിനെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അതേ രീതിയിൽ വേണം നിങ്ങൾ ഓരോ മോക്ക് ടെസ്റ്റിനെയും കാണാൻ വേണ്ടിയിട്ട്. ടൈമൊക്കെ കറക്റ്റ് ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം വിലയിരുത്തണം. എന്നിട്ട് ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് മാർക്ക് പോകുന്നത് അപ്പോൾ ആ ഏരിയയിൽ കൂടുതൽ സ്ട്രെസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പഠന രീതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ മാക്സിമം കോൺഫിഡൻസിൽ എന്ത് ചെയ്യുക, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ പഠിക്കുക. ഇപ്പോൾ കാണുന്ന വാക്കൻസിയുടെ എണ്ണം നിങ്ങൾ നോക്കണ്ട, അത് ഇനിയും കൂടും. എത്ര വാക്കൻസി ഉണ്ടെങ്കിലും എത്ര കുറവ് വാക്കൻസി ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് അതിൽ ഒരേ ഒരു സീറ്റാണ്.
കുറേ പേര് വിചാരിക്കും 4000 5000ത്തോളം പേര് എക്സാമൊക്കെ എഴുതുന്നതല്ലേ, അപ്പോൾ എനിക്ക് കിട്ടുമോ? അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ അത്യാവശ്യം ഹാർഡ് വർക്കും അതുപോലെ സ്മാർട്ട് വർക്കോട് കൂടി നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു സീറ്റേ വേണ്ടുള്ളൂ. ബാക്കിയുള്ളത് ബാക്കിയുള്ളവർ പഠിച്ച് മേടിച്ചോട്ടെ. നിങ്ങൾ മേടിച്ചിട്ട് അതിലൊരു സീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വാങ്ങിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ അവരും ടെൻഷനൊന്നും ആവണ്ട. ഒരുപാട് സമയം വായിക്കുക പഠിക്കുക എന്നുള്ളതല്ല കാര്യം. നമ്മൾ ഉള്ള സമയം എങ്ങനെ മാക്സിമം പ്രയോജനപ്പെടുത്താമെന്ന് ആലോചിക്കുക. ഇനിയും 2 മാസം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത് മാക്സിമം പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ DMEക്ക് പ്രിപ്പയർ ചെയ്തത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളതിന് വേണ്ടിയിട്ട് വേറെ പ്രത്യേകമായിട്ട് ലീവ് എടുത്ത് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റൽ ഫീൽഡിലാണ് ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി നമ്മളെന്താണ് ഹോസ്പിറ്റലുമായിട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഒപ്റ്റോമെട്രി ആയിട്ടൊരു ടച്ച് ഉണ്ട്. നമ്മളത് വിട്ട് പോയിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഓരോ പേഷ്യൻസിനെ കാണുമ്പോഴും നമ്മൾ ഓരോ കേസ് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ PSC പഠനം കൂടെ കൊണ്ടുപോവുകയാണ്. PSC എന്ന് പറയുമ്പോൾ അതിൻ്റെ പാറ്റേണും ഒക്കെ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റേതായുള്ള രീതിയിലുള്ള ഒരു നോട്ടം കൂടെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇടയിൽ നമുക്ക് സമയം കിട്ടുന്ന പോലെ അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും പിന്നെ വർക്ക് കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, അതിൻ്റേതായ രീതിയിൽ അതിന് സമയം കണ്ടെത്തുക. പഠിച്ചിരുന്ന രീതി കുറേ പേര് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോരുത്തരുടെയും പഠന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവരവർക്ക് എങ്ങനെയാണോ കംഫർട്ടായിട്ടുള്ളത് ആ രീതികളിൽ ആ സമയങ്ങളിൽ അവർ പഠിക്കുക. പിന്നെ അതുപോലെ ഇപ്പോൾ സമയമില്ല എന്ന് പറയുന്നവരോട്, ഇപ്പോൾ ഞാൻ പഠിച്ചിരുന്നൊരു രീതി പറയുകയാണെങ്കിൽ DMEയുടെയും കൺഫർമേഷൻ വന്നതിന് ശേഷമായിരുന്നു മെയിനായിട്ട് പഠിത്തത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. അതുവരെ ജസ്റ്റ് എക്സാം വരുന്നുണ്ട് എന്നുള്ളൊരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും അതിൽ വല്ലാണ്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ സിലബസ് മനസ്സിലാക്കി സിലബസിനനുസരിച്ച് ടോപ്പിക്കുകളൊക്കെ വായിച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം നോക്കിയിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളുടെ കേരള PSCയുടെ മാത്രമല്ല വേറെയും യൂട്യൂബിൽ വേറെയും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ ഉണ്ടാവും. PSC റിലേറ്റഡ് ആയിട്ടുള്ള വേറെ സ്റ്റേറ്റിൽ നടന്നത്, എയിംസ്, ജിപ്മർ, അതിൻ്റെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഫ്രീ ആയിട്ടുള്ളത് തന്നെ, അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അത് ഒട്ടും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവരോടാണ്. അതായത് ഇപ്പോൾ ഒരു ടോപ്പിക്ക് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ടോപ്പിക്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതായിരിക്കും. നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉള്ളതുണ്ടാവും. അത് കൂടാണ്ട് നമുക്കറിയാത്ത, നമ്മൾ മറന്നു പോകുന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, ഒരു വോയിസ് രൂപത്തിലാക്കി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിടുമായിരുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളുടെ വോയിസിൽ തന്നെ അത് പറയുമ്പോൾ നമുക്കത് പിന്നീട് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ടായിരിക്കും. നമ്മൾ ഒരു പ്രാവശ്യം വായിച്ച് കഴിഞ്ഞതാണെന്നുള്ള ഒരു ചിന്തയും നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ റിവൈസ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോവുകയാണ്, ബസ്സിലിരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കത് കേൾക്കാം. അപ്പോൾ നമ്മൾ മറന്നു പോകുന്നുള്ള സംഭവങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നമ്മുടെ മെമ്മറിയിൽ എന്ത് ചെയ്യും, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡ്സാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതികളുണ്ടാവും. അപ്പോൾ അവർ ആ രീതിയിലൊക്കെ പഠിച്ചു തുടങ്ങുക. ആരുടെയും കോൺഫിഡൻസ് ലെവൽ എന്ത് ചെയ്യരുത്, താഴ്ന്നു പോകരുത്. മാക്സിമം എഫേർട്ട് എടുത്തിട്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും പഠിക്കുക. ഈ വരുന്ന DHSലെ ഒരു സീറ്റ് എനിക്കുള്ളതാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവുക. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇനി നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഉടനെ തന്നെ ഇടാൻ വേണ്ടി നോക്കാം. കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയതുകൊണ്ടാണ് ക്ലാസ്സുകൾ പഴയ പോലെ അത്രയും അപ്ഡേറ്റ് ആയിട്ട് ഇടാൻ പറ്റാണ്ടിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും 2 മാസത്തിനുള്ളിൽ മാക്സിമം എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ ഇടാൻ വേണ്ടി നോക്കാം. ഫ്രൈഡേയോ അല്ലെങ്കിൽ സാറ്റർഡേയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അതിൻ്റെ ക്ലാസ് മാത്രം എന്ത് ചെയ്യണ്ട, ഡിപ്പെൻഡ് ചെയ്യണ്ട. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള പഠനം കൂടെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാത്തവർ എന്ത് ചെയ്യുക, കൂടെ റിവൈസ് ചെയ്ത് പോവുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.